മാർച്ച് 29 ദുഃഖവെള്ളിയാഴ്ച. ഇന്നത്തെ ആരാധനക്രമം 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. വചന ശുശ്രൂഷ, കുരിശിൻ്റെ ആരാധന, പരിശുദ്ധ കുർബാന സ്വീകരണം. പുരോഹിതനും ഡീക്കനും ചുവന്ന വസ്ത്രം ധരിച്ച് നിശബ്ദമായി അൾത്താരയിലേക്ക് പോകുന്നു. ഏതാനും നിമിഷങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ച് നിശബ്ദ പ്രാർത്ഥന നടത്തുന്നു. തുടർന്ന് ആമുഖ പ്രാർത്ഥന. വചനത്തിൻ്റെ ആരാധനക്രമം. ഒന്നാം വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള സഫറിംഗ് സെർവൻറ്റ് ഭാഗങ്ങളാണ്. രണ്ടാമത്തെ വായന ഹെബ്രായർക്കുള്ള കത്തിൽ നിന്നാണ്. സുവിശേഷ വായന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായം 42 വരെ വാക്യങ്ങളുമാണ്. ഏകദേശം AD 57 വിശുദ്ധ പൗലോസ് കൊറിന്ത്യസിലെ ക്രിസ്ത്യാനികൾക്ക് എഴുതി, രക്ഷയുടെ പാതയിൽ അല്ലാത്തവർക്ക് കുരിശിൻ്റെ ഭാഷ യുക്തിരഹിതമായേക്കാം. എന്നാൽ ആ വഴിയിലൂടെ പോകുന്നവർ അതിനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയായാണ് കാണുന്നത്. പൗലോസ് വീണ്ടും പറഞ്ഞു, യഹൂദന്മാർ തെളിവിനായി അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നു, ഗ്രീക്കുകാർ ജ്ഞാനത്തിനായി നോക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് വിജാതീയർക്ക് അസംബന്ധവും യഹൂദർക്ക് അരോചകവുമാണ്. നമ്മുടെ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് നാം ഇന്ന് ഓർക്കുന്നത്, മിശിഹായുടെ മരണം. ചിലർക്ക് ഇത് ഏറ്റവും വലിയ മണ്ടത്തരവും മറ്റു ചിലർക്ക് അപവാദവുമാണ്. എന്തൊരു വിഡ്ഢിത്തമാണത്! ഒരു മിശിഹായുടെ മരണം! ലോകത്തെ രക്ഷിക്കാൻ വന്ന രക്ഷകൻ കുറ്റവാളിയായി മരിക്കേണ്ടി വരുന്നു. മതനേതാക്കൾ കുരിശിലേക്ക് നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, അവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ സ്വയം രക്ഷിക്കട്ടെ. ഇല്ല, യേശു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വയം രക്ഷിച്ചില്ല. പകരം താൻ ദൈവപുത്രനാണെന്ന്, മിശിഹാണെന്ന് തെളിയിച്ചത് കുരിശിൽ മരിച്ചുകൊണ്ടായിരുന്നു. കുരിശിൽ മരിക്കുന്ന യേശുവിനെ കണ്ട് കാവൽ നിന്നിരുന്ന ശതാധിപൻ പറഞ്ഞു, ഇവൻ തീർച്ചയായും ദൈവപുത്രനായിരുന്നു. ലോകചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ദാരുണവും വിഡ്ഢിത്തവും അപകീർത്തികരവുമായ വെള്ളിയാഴ്ച നമുക്ക് ദുഃഖവെള്ളിയായി മാറിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് നാം അതിനെ വിളിക്കുന്നു. മരണത്തിൽ നിന്നും നിത്യരക്ഷയിൽ നിന്നും നാം രക്ഷപ്പെട്ടതിനാലാണ് ഈ വെള്ളിയാഴ്ചയെ നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. യേശുവിൻ്റെ സംസ്കാരത്തോടെയാണ് ഇന്നത്തെ സുവിശേഷ പാഷൻ ഡ്രാമ അവസാനിക്കുന്നത്. എന്നാൽ രക്ഷയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. രക്ഷയുടെ ചരിത്രം സമാപിക്കുന്നത് യേശുവിൻ്റെ ശവസംസ്കാരത്തോടെ ആണെങ്കിൽ അതൊട്ടും ഗുഡ് ന്യൂസ് ആയിരിക്കില്ല, ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. എന്നാൽ ദൈവത്തിന് നന്ദി പറയാം, ഈ ദിവസം മറ്റൊരു ദിവസത്തേക്ക് വഴി തുറക്കുന്നു, ഈസ്റ്റർ ഞായറാഴ്ച. അത് വിജയത്തിൻ്റെ ദിനമാണ്. യേശുവിൻ്റെ പാഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോവുകയാണ്. എപ്പോഴെല്ലാം എവിടെയെല്ലാം ആളുകൾ കഷ്ടപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും
കള്ളക്കേസിൽ കുടുക്കപ്പെടുകയും കൊലപാതകം നടക്കുകയും ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ യേശു കഷ്ടപ്പെടുന്നു. ഈ പാഷൻ ഡ്രാമയിൽ നമ്മുടെ റോൾ എന്താണ്? വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുന്ന ഒരു യൂദാസാണോ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് വിശ്വാസമില്ലേ? സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുകയും ദയനീയമായി വീഴുകയും ചെയ്യുന്നൊരു പത്രോസാണോ ഞാൻ? സത്യസന്ധതയില്ലാത്ത ആളുകളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പോന്തിയോസ് പീലാത്തോസാണോ ഞാൻ? അന്നായും കയ്യഫാസും മറ്റു പുരോഹിതന്മാരും ചെയ്തതുപോലെ എന്നിൽ നിന്ന് വ്യത്യസ്തരായ ആരെയും എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിധം എൻ്റെ തെറ്റായ മതവിശ്വാസങ്ങളാൽ ഞാൻ അന്ധനാണോ? നിരപരാധികളുടെയും ദരിദ്രരുടെയും പരിഹസിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന സൈനികരെ പോലെയോ ഹെറോദസിനെ പോലെയോ ആണോ ഞാൻ? അതല്ല, സൈമണും വെറോണിക്കയും ചെയ്തതുപോലെ ഞാൻ ദരിദ്രരുടെ അടുത്ത് എത്തുകയും അവർക്ക് സഹായം നൽകുകയും ചെയ്യുമോ? നല്ല കള്ളൻ ചെയ്തതുപോലെ ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുമോ? കഷ്ടതകളിലൂടെയും വേദനകളുടെയും മരണത്തിലൂടെ കടന്നു പോകുമ്പോഴും യേശു ദൈവത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ശതാധിപനെ പോലെ എൻ്റെ വിശ്വാസം ശക്തമാണോ? അല്ലെങ്കിൽ മറിയത്തെപ്പോലെ ദൈവഹിതം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണോ? സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.